നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്കരെ പച്ച എന്ന സിനിമയിലെ പി മാധുരിയമ്മ പാടിയ ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പൻ എന്ന വളരെ മനോഹരമായ ഒരു ശിവഭക്തിഗാനമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ ഈ പാട്ടിന് ഇപ്പോൾ വായിച്ചിരിക്കുന്ന തബലയുടെ സ്കെയിൽ എന്ന് പറയുന്നത് സി ആണ്. സിക്കാണ് നമ്മൾ ഈ പാട്ട് വായിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിനോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാട്ടിന്റെ ഒരു താളം എന്ന് പറയുന്നത് ഒരു ആദ്യ താളത്തിലാണ്, തീൻ താൾ ബേസിലാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. പി മാധുരിയമ്മ പാടിയ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു പാട്ട് കേൾക്കുക, ആ ഒരു പാട്ട് കേട്ടിട്ട് അതിനോടൊപ്പം വായിച്ചു പഠിക്കുക. അതിന്റെ ഞാൻ ആ നോട്ട് പ്രിപ്പയർ ചെയ്ത ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ അത് കേട്ട് പ്രാക്ടീസ് ചെയ്യുക. കേട്ടിട്ട് ഈ പാട്ടിന്റെ എവിടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടാണ് എൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ഈ പാട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഈ പാട്ട് വായിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് വായിക്കേണ്ടത് ബീജിയം ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബീജിയം ഭാഗത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നോട്ട് വായിച്ചു തുടങ്ങുകയാണ്. നമ്മൾ വായിക്കേണ്ട നോട്ട് ധാ ധിൻ ധാ തിൻ നാ തിൻ ധാ തിൻ ധാ ധിൻ ധാ തിൻ നാ തിൻ ധാ തിൻ എന്ന് കണ്ടിന്യൂസ് ആണ് നമ്മൾ ബീജിയം ഭാഗം വായിക്കുന്നത്. സ്ലോയിൽ നോക്കാം. ധാ ധിൻ ധാ തിൻ നാ തിൻ ധാ തിൻ. ആദ്യത്തെ ദ മിഡിൽ ഫിംഗർ ഡഗ ധ, നെക്സ്റ്റ് ദിൻ ധ, ഇൻഡെക്സ് മിഡിൽ ഡഗ ദിൻ ധ, ധ ദിൻ ധ തിൻ നാ തിൻ, നെക്സ്റ്റ് ധ മിഡിൽ ധ തിൻ. ഇതിന്റെ ഒരു കണ്ടിന്യൂസ് സ്പീഡ് എന്ന് പറയുന്നത് ധ ദിൻ ധ തിൻ നാ തിൻ ധ തിൻ ധ ദിൻ ധ തിൻ നാ തിൻ ധ തിൻ. നമുക്കിങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു പോകുന്നത്. ഈ ബീജിയം ഭാഗത്ത് നമുക്ക് ഇതേ നോട്ട് തന്നെ വായിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻസ ബീജിയം വന്ന് എൻഡ് ചെയ്തിട്ടല്ല ഫസ്റ്റ് സ്റ്റാൻസ വായിക്കേണ്ടത്. കണ്ടിന്യൂസ് ബീജിയം വായിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പ് ഇല്ലാതെ തന്നെ ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് വായിക്കുകയാണ്. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ ഇതേ സെയിം നോട്ട് തന്നെ ധ ദിൻ ധ തിന്ന തിൻ ധ തിൻ ഈ സെയിം നോട്ട് തന്നെ കണ്ടിന്യൂസ് വായിച്ചു പോകുന്നു. അങ്ങനെ നമുക്ക് വായിച്ചിട്ട് അവസാനം ഈ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യുന്ന അവസാനം നമ്മൾ തിഹായി വായിക്കുന്നുണ്ട്. നമ്മൾ ദാ ദിൻ ധ തിന്ന തിൻ ധ തിൻ ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു വന്നിട്ട് ദാ ദിൻ ധ തിൻ നാ തിൻ വരെ വായിച്ചിട്ട് നന തിട്ട് ധ എന്ന തിഹായി വായിച്ചാണ് നിർത്തുന്നത്. ദാ ദിൻ ധ തിൻ നാ തിൻ ധ തിൻ ദാ ദിൻ ധ തിൻ നാ തിൻ നാനാ തെറ്റിദ്ധ എന്ന തിഹായി വായിച്ച് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യാം. പിന്നെയും ബീജിയം ആണ് വായിക്കേണ്ടത്. ആ ബീജിയം നമ്മൾ കേൾക്കുമ്പോൾ അറിയാം. ബീജിയം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഭാഗം അറിയാം. ആ സ്റ്റാർട്ട് ചെയ്യേണ്ട ഭാഗം മുതൽ നമ്മൾ ഈ പഠിച്ച അതേ നോട്ട് തന്നെ ധാ ദിൻ ധ തിന്ന തിൻ ധ തിൻ എന്ന അസൈൻ നോട്ട് തന്നെ അങ്ങനെ വായിച്ചു വരുന്നു. ആ ബീജം എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഭാഗം എന്നാണ് വായിച്ചു നിർത്തുന്നത് ആ ബീജിയം ഭാഗം. അപ്പൊ അവിടെ നമുക്ക് വായിക്കാൻ നോട്ട് എന്ന് പറയുന്നത് ധിന്ന 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 ധ ധിന്ന 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 ധ. ഒരു 4 ധിന്ന 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 ധ. അവസാനം ധായം കൂടെ ചേർത്താണ് നമുക്ക് ആ ബീജിയം ഭാഗം എൻഡ് ചെയ്യുന്നത്. ധിന്ന 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 ധ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ദാ ദിൻ ദാ ദിൻ ദാ തിൻ നാ തിൻ ദാ തിൻ കണ്ടിന്യൂസ് വായിച്ചിട്ട് ധിന്ന 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 ധ. പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവാതെ എവിടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു ഭാഗം ഇങ്ങനെ ധിന്ന 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 ധ എന്ന് വായിച്ച് നമുക്ക് ആ ബീജിയം ഭാഗവും നമുക്ക് എൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻസയാണ് വായിക്കേണ്ടത്. അടുത്ത സെക്കൻഡ് സ്റ്റാൻസ എന്നാണ് വരുന്നത്. സെക്കൻഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് കളഭ മുഴു കാപ്പു എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമുക്ക്
തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് ഒരു നോട്ട് വായിച്ചിട്ടാണ് ഈ ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ ആ സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കുന്നത്. പക്ഷെ നമുക്ക് തുടങ്ങുന്ന ഭാഗത്ത് ഒരു നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വായിക്കേണ്ടത്. അവിടെ വായിക്കേണ്ടത് തിട്ട് നാത്തി നാനാ തിട്ട്, തിട്ട് നാത്തി നാനാ തിട്ട് എന്ന നോട്ട് സ്റ്റാർട്ട് ചെയ്യുക ആദ്യം. തിട്ട് നാത്തി നാനാ എന്ന ഈ നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഈ നോട്ടാണ് പിന്നെയും പോകുന്നത്. അപ്പൊ കണ്ടിന്യൂസ് നോട്ട് സ്റ്റാർട്ട് അങ്ങനെ വായിച്ചോട്ട് വന്നിട്ട് അവിടെ നമുക്ക് ഒരു ലൈൻ ഉണ്ട്, കണി കാണാൻ വരും നേരം. കണി കാണാൻ വരും നേരം എന്നുള്ള 2 വട്ടം വായിച്ചു. ഈ കണി കാണാൻ വരും നേരം എന്നുള്ളത് 2 വട്ടമാണ് വായിക്കുന്നത്. ആ രണ്ടാമത്തെ എൻഡില് നമ്മള് ആ വരും നേരം എന്നുള്ള രണ്ടാമത്തെ എൻഡില് തിട്ട് നാത്തി നാനാ തിട്ട് എന്ന് അവിടെയും വായിക്കുന്നുണ്ട്. തിട്ട് നാത്തി നാനാ തിട്ട് എന്ന് ആ കണി കാണാൻ വരും നേരം എന്നുള്ള ലാസ്റ്റ് എൻഡില് തിട്ട് നാത്തി നാനാ തിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് തരുമോ 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 തൊഴുകൈ എന്നുള്ള ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ നോട്ടാണ് വായിക്കേണ്ടത്. അവിടെ വായിക്കേണ്ട നോട്ട് എന്ന് പറയുന്നത് ധാ ധിനത്തിൻ നന ധിനത്തിൻ, ധാ ധിനത്തിൻ നന ധിനത്തിൻ. നമ്മള് കണ്ടിന്യൂസ് വായിച്ചു വന്നിട്ട് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു തിഹായി വായിക്കുന്നു. ആ വായിക്കേണ്ട തിഹായി എന്ന് പറയുന്നത് തിട്ട് ധാ ധാ തിട്ട് ധാ തിട്ട് ധാ ധാ തിട്ട് ധാ തിട്ട് ധാ ധാ തിട്ട് ധാ എന്ന ആ ഒരു തിഹായും കൂടെ വായിച്ചിട്ടാണ് ഈ ഭാഗം എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ സെക്കൻഡ് സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം ആ ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിട്ട് നാത്തി നാനാ തിട്ട് എന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ധാതിൻ ധാത്തിൻ നാത്തിൻ ധാത്തിൻ എന്ന നോട്ട് വായിക്കുന്നത്. സെയിം നോട്ട് അവിടെയും വായിക്കുക. എന്നിട്ട് കണി കാണാൻ വരും നേരം എന്നുള്ളത് ഭാഗം 2 വട്ടമാണ് വായിക്കുന്നത്. രണ്ടാമത്തെ എൻഡില് ആ കണി കാണാൻ വരും നേരം എന്നുള്ള എൻഡ് ലാസ്റ്റ് എൻഡില് തിട്ട് നാത്തി നാനാ തിട്ട് എന്ന എൻഡിൽ ഒന്നും കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് തരുമോ തൊഴുക എന്നുള്ള ലൈനില് ധാതിൻ നാത്തിൻ നാനാ ധിനത്തിൻ ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചു വന്നിട്ട് ലാസ്റ്റ് ഒരു തിഹായി തിട്ട് ധ ധ തിട്ട് ധ എന്നൊരു തിഹായും കൂടെ വായിച്ചിട്ടാണ് ഈ സെക്കൻഡ് സ്റ്റാൻസ് നമുക്ക് എൻഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 7 പൊന്നാന എന്ന പല്ലവി ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തിട്ട് നാത്തി നാനാ തിട്ട് എന്ന് ചേർത്തിട്ടാണ് ധാതിൻ ധാത്തിൻ എന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പാട്ട് കേൾക്കുമ്പോൾ അറിയാം അവിടെ അങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം എങ്ങനെയാണ്. ആദ്യം ഈ പാട്ട് ഒന്ന് 2-3 വട്ടം ഒന്ന് കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് അതിനൊപ്പം വായിച്ചൂടെ നോക്കുക. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും BGM വരുന്നു. ഇതേപോലെ തന്നെ BGM പിന്നെ നെക്സ്റ്റ് തേർഡ് സ്റ്റാൻസയാണ് പിന്നെയും വായിക്കേണ്ടത്. നമ്മൾ ഈ സെക്കൻഡ് സ്റ്റാൻസ പഠിച്ചോലെ തന്നെയാണ് തേർഡ് സ്റ്റാൻസയും വായിക്കേണ്ടത്. ഒരു വ്യത്യാസവും ഇല്ല, കറക്റ്റ് രീതിയിലാണ് വായിക്കേണ്ടത്. ഈ ഇത്രയും ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഈ ഒരു പാട്ടിന്റെ കംപ്ലീറ്റ് ആവും. ആദ്യം മുതൽ അവസാനം വരെയും ഒരേ നോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ തിഹായിസ് ഉണ്ട്. ഇതെല്ലാം ആണ് അതിന്റെ എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്, ഒരേ നോട്ട് തന്നെയാണ് പോകുന്നത്. വളരെ എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ബിഗിനറിന് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഭക്തിഗാനമാണ് ഈ ഒരു 7 പൊന്നാന എന്ന് പറയുന്ന മനോഹരമായ ഈ ഗാനം. അപ്പോൾ നിങ്ങളിതെല്ലാവരും എഴുതിയെടുക്കുക, എന്നിട്ട് വായിച്ചു നോക്കുക, പാട്ടിനൊപ്പം വായിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.